എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോയാലോ? ശരിയാ, ഈ കാര്യം നാളത്തേക്ക് മാറ്റണ്ട. പോവാൻ ഞങ്ങള് റെഡിയാ. ഓക്കെ, അങ്ങനെങ്കിൽ നമുക്കിപ്പോ പുറപ്പെടാം. വാ, കേറ്. കേറിയില്ലേ? അപ്പോ ഇതാണ് ലൊക്കേഷൻ. സ്ഥാപനം ഇതാ കാണുന്നാന്ന് തോന്നുന്നു. ഇറങ്ങാം. എന്താ വേണ്ടത്? പർച്ചേസ് ആണോ സർവീസ് ആണോ? ഞങ്ങള് അതിന് രണ്ടിനുമല്ല വന്നത്, വേറൊരു കാര്യത്തിനാ. വേറെന്ത് കാര്യം? എന്റെ ഈ ഫോണില് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വന്നു. ആ നമ്പർ കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്കത് കണ്ടെത്തി തരാൻ പറ്റുമെന്ന് അറിയാനാ വന്നത്. ഇത് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അല്ലേ? ഇവിടെ ഇത് സാറ് മാത്രമേ ചെയ്യത്തുള്ളൂ. സാർ ഇവിടെ ഇല്ലേ? ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ സാറിനൊന്ന് വിളിച്ചു നോക്കാം. അപ്പോ ചേട്ടാ, ഇന്ന് നടക്കില്ലേ? ഞങ്ങള് ഇത്രയും ദൂരം വന്നത് വെറുതെ ആയല്ലോ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങള് മുണ്ടത്തറ റോസ്മേരി ഹോസ്റ്റലിൽ നിന്നാ വരുന്നേ. റോസ്മേരി ഹോസ്റ്റലിൽ നിന്നോ? അതെ. ചേട്ടന് ഹോസ്റ്റൽ അറിയോ? അറിയാം. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാൻ സാറൊന്ന് വിളിച്ചു നോക്കട്ടെ. സാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കും. അവിടെ എന്താടാ പ്രശ്നം? കണക്കില് വല്ല തിരിമറി നടന്ന? കാശിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാ നിന്റെ ശമ്പളത്തിന് ഞാൻ കട്ട് ചെയ്യും കേട്ടല. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതിനല്ല സാർ വിളിച്ചേ. സാർ ഇങ്ങോട്ട് വരുവോ വരില്ലേ എന്നറിയാനാ വിളിച്ചേ. എടാ, അവിടെ ഞാൻ വരേണ്ട അത്യാവശ്യം എന്താ? നമ്മുടെ CCTV ക്യാമറകളൊക്കെ അടിച്ചു പോകുന്ന ആ ഹോസ്റ്റലില്ലേ? ഏത്? ആ റോസ്മേരി ഹോസ്റ്റലോ? ദൈവമേ, വണ്ടി ഓഫായല്ലോ. എന്തുപറ്റി സാർ? എടോ, ആ ഹോസ്റ്റലിന്റെ കാര്യം പറയാതെ എന്റെ വണ്ടി ഓഫായി വഴിയിലായി. ആ ഹോസ്റ്റലിൽ എന്താണ് പ്രശ്നം? അവിടുത്തെ മാഡം വിളിച്ചോ? അവിടെ ക്യാമറ വെച്ചതിന്റെ ബാലൻസ് കിട്ടാനുണ്ട്. ചെക്കൊന്നും വേണ്ട, നീ എന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞാൽ മതി. സാർ, മാഡം വിളിച്ചിട്ടില്ല. എടാ, പിന്നെ നീ എന്തിനാടാ ആ ഹോസ്റ്റലിന്റെ പേര് പറഞ്ഞത്? സാറേ, ഞാനൊന്നും പറഞ്ഞോട്ടെ. ആ പറ. ആ ഹോസ്റ്റലിലുള്ള 5 പെൺകുട്ടികള് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. 5 പെൺകുട്ടികളോ? 5? എടാ, 5 തന്നെയാണോ? അവര് 5 പേരുണ്ട് സാറേ. സാറിന്റെ സഹായം തേടി വന്നതാ. നമ്പർ ട്രേസിംഗ്. 5 പെൺകുട്ടികൾ, നമ്പർ ട്രേസിംഗ്. എടാ, നീ ഒരു കാര്യം ചെയ്യ്, അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ. ശരി സാർ, ശരി. ഞാനിത് എങ്ങോട്ട് പോയാലും പെമ്പിള്ളേർ 5ആണല്ലോ എന്റെ പ്രശ്നം. എനിക്ക് 5ൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടാ? ഇതേതാ ഈ 5 എണ്ണം? സ്റ്റാർട്ട് ആവോ എന്തോ? പുല്ല്. സ്റ്റാർട്ടായി. ഭാഗ്യം. മെയിൻ ഗേറ്റിൽ കൂടെ കയറിയിട്ട് ഒരുപാട് കാലമായി. ഈ സമയത്ത് വരുമ്പോൾ ഇതിലെ വരണമെന്നാണ് മന്തു പറഞ്ഞിരിക്കുന്നത്. ഈ ബോർഡ് ഇതുവരെ എടുത്തു മാറ്റാറായില്ല. പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല പോലും. എന്നിട്ടാണ് ഞാൻ അല്ലാതെ വേറെ എവിടുത്തെ അതിൻ്റെ അകത്ത് കയറിയത്.
ഇതാരാ?